ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഭൂനികുതി എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഓൺലൈനിലൂടെ അടയ്ക്കാം എന്നുള്ളതാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും നമുക്ക് വില്ലേജിൽ ഓഫീസിലൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പം UPI സിസ്റ്റം, ഗൂഗിൾ പേ പോലുള്ള UPI പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ഉള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് തന്നെ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താൻ പറ്റും. നമ്മുടെ ഭൂനികുതി എങ്ങനെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അടയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ തുടർന്നും ലഭിക്കാനായിട്ട് വീഡിയോയുടെ തൊട്ടു താഴെ ചുവന്ന ലിറ്ററിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലുള്ള ഗൂഗിൾ ക്രോം വഴി അതിൻ്റെ സെർച്ചിൽ www.revenue.kerala.gov.in ആ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ ആദ്യം നികുതി അടിച്ച റെസീപ്റ്റിൻ്റെ താഴത്തായിട്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നികുതി അടയ്ക്കാൻ പറ്റും. ഇവിടെ ഒന്നുമില്ല, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫുൾ നെയിം, ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, വില്ലേജ്, പിൻകോഡ്, ഒരു മൊബൈൽ നമ്പർ കൂടി കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് കൂടി കൊടുക്കണം. യൂസർ നെയിം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഒരു പാസ്വേഡ് മറന്നു പോകരുത്. അതിനുശേഷം താഴത്തുള്ള ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാൻ ചോദിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു OTP നമ്പർ വരും. അത് എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗോ ടു സൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വലത്ത് സൈഡിൽ നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത നമ്മളുടെ പേര്, പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. എല്ലാ വിവരങ്ങളും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും. അടുത്ത സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ന്യൂ റിക്വസ്റ്റ്, മൈ റിക്വസ്റ്റ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, സെർച്ച്, അവൈലബിൾ ബാങ്ക്. നിങ്ങൾക്ക് ഈ ഒരു നികുതി അടയ്ക്കാനായി അവൈലബിൾ ആയിട്ടുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഇതുവഴി നികുതി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വില്ലേജ് ഓഫീസിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. അപ്പം നിങ്ങൾ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ പോയിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലേക്ക് നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുക്കണം. അതിനുശേഷം അവിടുന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുവഴി നികുതി അടയ്ക്കാൻ പറ്റും. നിങ്ങൾ വേറൊരു കാര്യം, പോക്കുവരവ് ചെയ്യാത്ത ഭൂമിയാണെങ്കിൽ നികുതി ഇതുവഴി നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല. വില്ലേജ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ കിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ന്യൂ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാണ്. ന്യൂ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ഓപ്ഷനിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പോക്കുവരവ്, റീസർവ് കളക്ഷൻസ്, ഒരു 3 ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്. അതിൽ നിങ്ങൾ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കാണാൻ പറ്റും. ഇവിടെ പ്രിയ നികുതിദായകരെ എന്ന് ഇംഗ്ലീഷിൽ മലയാളത്തിലുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വില്ലേജ് ഓഫീസിൽ ഒന്നിൽ കൂടുതൽ തണ്ടപ്പേർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ തണ്ടപ്പേർ അക്കൗണ്ടുകളുടെയും നികുതി ഒന്നിച്ച് അടക്കുക. ഇതിനായി വ്യൂ ആൻഡ് ആഡ് ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ ഒന്നിൽ കൂടുതൽ തണ്ടപ്പേർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇനി താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു റെസീറ്റ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ നമ്മൾ റോങ് ആയിട്ട് എന്തെങ്കിലും തണ്ടപ്പേർ അക്കൗണ്ട് എൻ്റർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഇൻറ്റു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇതിവിടെ ഐ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഐ കൺഫേം കൊടുത്തതിന് ശേഷം വരുന്ന പേജിൽ നമുക്ക് ആദ്യം തന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട അവിടെ ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുള്ളിടത്തിൽ നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, താലൂക്ക്, വില്ലേജ് അതൊക്കെ സെലക്ട് ചെയ്യുക. പിന്നെ ലാൻഡ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്തിൽ സെലക്ട് ബ്ലോക്ക്, അത് നിങ്ങളുടെ റെസിപ്റ്റിൻ്റെ മുകളിലുണ്ടാവും. ആദ്യം തന്നെ ബ്ലോക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ തണ്ടപ്പേർ നമ്പർ, സർവേ നമ്പർ സബ്, നിങ്ങൾക്ക് തണ്ടപ്പേർ സബ് എന്നുള്ളത് ഒഴിവാക്കട്ടോ. അതിനുശേഷം വ്യൂ ആൻഡ് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തണ്ടപ്പേര് ബ്ലോക്ക് വീണ്ടും സെലക്ട് ചെയ്യുക, തണ്ടപ്പേർ നമ്പർ സെലക്ട് ചെയ്യുക, വീണ്ടും വേറെ തണ്ടപ്പേരുണ്ടെങ്കിൽ വ്യൂ ആൻഡ് ആഡ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു തണ്ടപ്പേര് കൊടുത്ത് അതിൻ്റെ സർവേ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ബോക്സ് ആയിരിക്കും കാണാൻ പറ്റുക. അതുമായിട്ട് ബന്ധപ്പെട്ട ആ തണ്ടപ്പേരുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും.
ഇതിനുശേഷം നിങ്ങൾ താഴത്തുള്ള ആഡ് ഫോർ പേയ്മെൻറ്റ്സ് എന്നുള്ളത് ടച്ച് ചെയ്യാം. അത് ടച്ച് ചെയ്യാൻ വീണ്ടും വ്യൂ ആൻഡ് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു തണ്ടപ്പേര് കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. താഴത്തായിട്ട് അതിനുള്ള ബോക്സ് വരും. അതൊക്കെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ വില്ലേജിലുള്ള എല്ലാ തണ്ടപ്പേര് നമ്പറും നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് പ്രീവിയസ് ഡീറ്റെയിൽസ് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ 2020-21 ലാസ്റ്റ് ടാക്സ് നമ്മൾ അവസാനം എത്രയാണോ ടാക്സ് അടിച്ചത് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പെയ്ഡ് ഡേറ്റും നിങ്ങൾ എൻ്റർ ചെയ്യുക. ലാസ്റ്റ് റെസീപ്റ്റ് നമ്പർ അത് നമ്മളുടെ റെസീപ്റ്റിൻ്റെ മുകളിലുണ്ടാവും. ആദ്യം നികുതി അടിച്ച റെസീപ്റ്റിൻ്റെ മുകളിലുണ്ടാവും. അതവിടെ അടിച്ചു കൊടുക്കുക. ആരാണോ അടച്ചത് അവരുടെ നെയിം, എന്തെങ്കിലും റിമാർക്സ് എന്തെങ്കിലും വേറെ ആളാണ് അടച്ചതെങ്കിൽ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡിൽ ഇടത്ത് സൈഡിൽ നിങ്ങൾക്ക് മൈ റിക്വസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റസ് അവിടെ കാണാൻ പറ്റും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് മൊത്തം അവിടെ കാണാൻ പറ്റും. എത്ര തണ്ടപ്പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമ്മൾ സ്റ്റാറ്റസ് പെൻഡിങ് ആണോ അപ്രൂവൽ ആണോ നോക്കിയിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് അപ്രൂവലായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പേ ചെയ്യാൻ പറ്റും, നികുതി അടയ്ക്കാൻ പറ്റും. അത് വില്ലേജ് നമ്മൾ ഞായറാഴ്ചയൊക്കെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്നൊന്നും അപ്രൂവലായി കിട്ടില്ല. വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് അപ്രൂവലായി കിട്ടും. അപ്പം ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ബൈ.